ദൈവാനുഭവത്തിൻ്റെ സങ്കീർത്തനമായ ദൈവദശകത്തിലൂടെ ദീനന്മാരെയും ആർത്തന്മാരെയും സദാ കാത്തുരക്ഷിച്ചു കൊള്ളണമേ എന്നാണ് ഭഗവാൻ പറയുന്നത്. ദൈവം മഹാസാഗരമാണ്. അറിവായും ആനന്ദമായും എല്ലായിടത്തും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ജഗൽപിതാവിനോട് ജയിച്ചാലുമെന്ന് അരുൾ ചെയ്യുകയാണ് 9-ാമത്തെ പദ്യത്തിലൂടെ. ജയിക്കുക മഹാദേവ ദീനാവനപരായണ, ജയിക്കുക ചിദാനന്ദ ജയാ സിന്ധോ ജയിക്കുക എന്നാണ് ഭഗവാനോട് പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ വീണ്ടും വീണ്ടും വിജയിക്കാനാണ് പറയുന്നത്. പ്രകാശങ്ങളുടെ എല്ലാം പ്രകാശമാണ് ദൈവം. സൂര്യചന്ദ്രാദികളെ പ്രകാശിപ്പിക്കുന്നതും എല്ലാം ദൈവത്തിൻ്റെ പ്രകാശമാണ്. അതിൻ്റെ പ്രകാശത്താലാണ് സകലതും നമുക്ക് തേജോമയമായും പ്രകാശരൂപമായും കാണപ്പെടുന്നത്. ചിദാനന്ദ സ്വരൂപമാണ് ദൈവം. അഖണ്ഡബോധമായി ദൈവം എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നു. ഈ ആനന്ദത്തിൽ ദുഃഖത്തിന് കലർപ്പേയില്ല. അത് നിത്യമാണ്, ആനന്ദമാണ്. എന്നതുപോലെ തന്നെ ദൈവം ദയാസിന്ധുവാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സിന്ധു എന്നാൽ സമുദ്രം എന്നാണ്. ദയാസിന്ധു എന്നാൽ കാരുണ്യമാകുന്ന സമുദ്രം. ഈ പ്രപഞ്ചത്തിലെ ചെറു പ്രാണി മുതൽ ഏറ്റവും വലിയ ജീവി വരെ ആ കാരുണ്യ സമുദ്രത്തിലാണ് മുങ്ങിക്കിടക്കുന്നത്. ഓരോ സൃഷ്ടിക്കും വേണ്ടുന്നതെല്ലാം നൽകി അതിൻ്റെ ശരീരത്തെയും ചുറ്റുപാടുകളെയും വേണ്ടവിധം ചേർത്തിണക്കി വളരെ കരുതലോടെ കാത്തുപോരുന്ന ദൈവത്തിൻ്റെ കാരുണ്യത്തെ സമുദ്രത്തിനോടല്ലാതെ മറ്റെന്തിനോടാണ് ഉപമിക്കുക? എല്ലാ മനുഷ്യരും അവരവർ വിശ്വസിക്കുന്ന മതത്തിലൂടെ അന്വേഷിക്കുന്ന ഈ കരുണാസാഗരത്തെയാണ് വിവിധങ്ങളായ വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും അവരെ കൊണ്ടുചെന്നെത്തിക്കുന്നതെന്നും ഈ മഹാസമുദ്രത്തിലാണ് ദൈവമെന്ന മഹാസമുദ്രത്തിലണഞ്ഞാൽ പിന്നെ ഞങ്ങളും നിങ്ങളും ഒന്നുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അതെ, നമ്മൾ മാത്രം. നമ്മളെല്ലാവരും ഒന്നാണ്.